നമസ്കാരം. അഴിമതി വിവാദത്തിൽ കുടുങ്ങിയ ഖാദി ബോർഡ് സെക്രട്ടറി കെ രതീഷ് ഒടുവിൽ പുറത്തേക്ക്. കെ രതീഷിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശിച്ചതായിട്ടാണ് വിവരം. ഭരണം മാറിയിട്ടും 3 പ്രമുഖ പദവികളിലായിരുന്നു ഇയാൾ തുടർന്നിരുന്നത്. ഖാദി ബോർഡ് സെക്രട്ടറി, കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് MD, കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് CEO എന്നീ നിർണായക സ്ഥാനങ്ങളിലാണ് കശുവണ്ടി അഴിമതി കേസിലെ 1-ാം പ്രതിയായ രതീഷ് പ്രവർത്തിച്ചിരുന്നത്. ഖാദി ബോർഡ് സെക്രട്ടറിയായി രതീഷ് തുടരുന്നതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കശുവണ്ടി അഴിമതി കേസിൽ രതീഷിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതിയും നൽകിയിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്താൻ CBI കോടതിയെ സമീപിച്ചു. ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾക്കൊപ്പമാണ് PC ആക്ട് കൂടി ചുമത്തിയത്. 1-ാം പ്രതി കെ രതീഷ്, 3-ാം പ്രതി R ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയാണ് തിരുവനന്തപുരം CJN കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. കഴിഞ്ഞ ദിവസം ഗുരുതരമായ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ആളെ എങ്ങനെയാണ് നിർണായക പദവികളിൽ തുടരാൻ അനുവദിക്കുന്നതെന്ന് സർക്കാർ ചർച്ച ചെയ്യണമെന്ന് ജസ്റ്റിസ് A ബദ്രുദ്ദീൻ പറഞ്ഞിരുന്നു. 2006 മുതൽ 2015 വരെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ചട്ടങ്ങൾ ലംഘിച്ച് കോടികളുടെ അഴിമതി നടത്തി കോർപ്പറേഷന് ഭീമമായ നഷ്ടം വരുത്തി എന്നതാണ് പ്രതികൾക്കെതിരെ CBI രജിസ്റ്റർ ചെയ്ത കേസ്. രതീഷ് 1-ാം പ്രതിയും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ 3-ാം പ്രതിയുമാണ്. ഇരുവരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതിക്കായി CBI ആവശ്യപ്പെട്ടിട്ടും സർക്കാർ വഴങ്ങിയിരുന്നില്ല. കോടതി ഇടപെടുകയും കോടതിയലക്ഷ്യ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതോടെയാണ് പുതിയ സർക്കാർ പ്രോസിക്യൂഷന് പിന്നീട് അനുമതി നൽകിയത്. UDF സർക്കാർ അധികാരമേറ്റ് 2 മാസത്തിനിടെ പല പ്രമുഖരുടെയും പദവികളിൽ മാറ്റം വരുത്തിയെങ്കിലും കോടികളുടെ അഴിമതി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ തൽസ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിച്ചിരുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് ലഭിച്ച സംരക്ഷണം രതീഷിന് ഇപ്പോഴും ലഭിച്ചിരുന്നു എന്നതായിരുന്നു ഉയർന്ന ആരോപണം. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ പരിശീലന കേന്ദ്രമായ കിഡിലാണ് ആദ്യം രതീഷിന് നിയമനം നൽകിയത്. പിന്നീട് ഇയാളെ ഇൻകൽ MD ആയി നിയമിച്ചു. അപ്പോഴാണ് CBI കേസിൽ പ്രതിയാകുന്നത്. ഇതോടെ ഇൻകലിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും ഖാദി ബോർഡ് സെക്രട്ടറിയാക്കി ഉയർത്തുകയായിരുന്നു. CBI കേസ് പൂർണ്ണമായും മറച്ചുവെച്ചായിരുന്നു ഈ നിയമനം. 2-ാം പിണറായി സർക്കാരിലും ഇതേ സ്ഥാനത്ത് ഇയാൾ തുടർന്നു. കൂടാതെ ഖാദി ക്ഷേമനിധി ബോർഡ് CEO പദവിയും നൽകി. ഇതിനൊപ്പമാണ് ഖാദി ബോർഡിന് കീഴിലുള്ള റൂട്രോണിക്സിന്റെ തലപ്പത്തും രതീഷിനെ എത്തിച്ചത്. ഇലക്ട്രോണിക്സ് മേഖലയിലെ വനിതാ സഹകരണ സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷനാണ് റൂട്രോണിക്സ്. ഗുരുതരമായ കേസുകളിൽ പ്രതിയായിട്ടും ഭരണസ്വാധീനം ഉപയോഗിച്ച് ഉയർന്ന പദവികളിൽ തുടരുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. കരുനാഗപ്പള്ളിയിൽ ലോക്കൽ കേബിൾ TV ഫ്രാഞ്ചൈസി നടത്തി സാമ്പത്തിക ബാധ്യതയിലാവുകയും ജപ്തി ഭീഷണി നേരിടുകയും ചെയ്തിരുന്ന സാധാരണ പശ്ചാത്തലത്തിൽ നിന്നാണ് രതീഷിന്റെ വളർച്ച. 2002-ൽ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്ന കാലത്താണ് ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ലിന്റെ MD ആയി ഇയാളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്. പിന്നീട് ഇയാൾ അതിവേഗം വളരുകയായിരുന്നു. ആക്രി വിൽപ്പനയുടെ മറവിൽ പുതിയ മെഷീനറികൾ വിൽക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തെ തുടർന്ന് തൊഴിലാളി പ്രതിഷേധം ഉയർന്നതോടെ ഇയാളെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. തുടർന്ന് CAPEX MD ആയി നിയമിതനായി. അവിടെയും അഴിമതി ആരോപണങ്ങൾ ഉയരുകയും ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് 2005 കശുവണ്ടി വികസന കോർപ്പറേഷൻ MD സ്ഥാനത്തിന്റെ അധിക ചുമതല കൂടി നൽകുന്നത്. 2007-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ രതീഷിനെ കാഷ്യൂ കോർപ്പറേഷന്റെ പൂർണ്ണ ചുമതലയുള്ള MD ആക്കി. 2005 മുതൽ 2015 വരെ നീണ്ട 10 വർഷക്കാലമാണ് ഇയാൾ ഈ സ്ഥാനത്ത് തുടർന്നത്. ഇതുകൂടാതെ മിൽഖാദി വിൽപ്പന നടത്തി ഒരു വർഷം 100 മുതൽ 125 കോടി രൂപ വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങളും സാമഗ്രികളും ഖാദി ബോർഡിലേക്ക് വാങ്ങുന്നതിൽ വലിയ ക്രമക്കേട് നടത്തിയതായും ആരോപണമുണ്ട്. രതീഷിന്റെ മുൻകാല പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ ഈ ആരോപണത്തിന് ഗൗരവം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓണക്കാലത്താണ് ഇത്തരം പർച്ചേസുകൾ ഭൂരിഭാഗവും നടന്നിരുന്നത്. കടകളുടെ നവീകരണത്തിന്റെ മറവിലും കോടികളുടെ ധനച്ചോർച്ചയുണ്ടായതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. CBI കേസിന് പിന്നാലെ സംസ്ഥാന വിജിലൻസ് രതീഷിനെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് കേസെടുത്തിരുന്നെങ്കിലും പിന്നീട് സർക്കാർ ആ കേസ് എഴുതി തള്ളുകയായിരുന്നു. കശുവണ്ടി കോർപ്പറേഷനിൽ ഇരുന്ന കാലയളവിൽ വലിയ തോതിൽ ഇയാൾ സമ്പാദിച്ചു കൂട്ടിയിരുന്നു. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം നിർമ്മിച്ച് മറിച്ചു വിറ്റതായും രതീഷിനെതിരെ ആരോപണമുണ്ട്.